അപ്പോൾ ഹേ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യണം. മറ്റേ 2 വേൾഡും പോയി. അപ്പോൾ നിങ്ങൾ അത് മൈൻഡ് ചെയ്യേണ്ട. അയ്യോ, അത് മൈൻഡ് ചെയ്യേണ്ട. നമ്മൾ പക്ഷെ ഇതിൽ പെട്ടെന്ന് കോൾ വരുമ്പോൾ എടുക്കാണ്ട് സജീവമായിട്ട് പോകുന്നു വിചാരിക്കുന്നു. പോകണം, പോയേ പറ്റും. ഫസ്റ്റ് അഡ്വാൻസ് ഒന്നും അല്ല, നമുക്കിതൊക്കെ കളക്ട് ചെയ്യാം. നമ്മൾ ഫുഡൊക്കെ കളക്ട് ചെയ്യാണ്ട് നേരെ ഫുഡ് കളക്ട് ചെയ്യാൻ. അപ്പം ബൈ ദ ബൈ, നമ്മൾ മറ്റേ 2 വേൾഡും പോയാച്ച് താഴത്തി എന്തേക്കട്ടെ. അപ്പോൾ നമ്മൾ മറ്റേ 2 വേൾഡും പോയി. പോണം. എവിടെയായിരുന്നു? എവിടെയില്ല. ഒറ്റ മിനിറ്റ് ഗൈസ്, നമുക്ക് മെലം കിട്ടി. അയ്യേ, ചിക്കനും ബീഫ്. അതാ അവിടുന്ന് എവിടെയാണ് ചത്തത്. അപ്പോൾ അവിടെ എവിടെയോ ഒരു ഗോളും കിട്ടി. ഇതിലോട്ട് ഫ്രഷ് എടുത്ത് നമുക്ക് കാട്ടിക്കളയാം. ഏതാച്ചാൽ വന്നെടുത്തോളി. നമുക്ക് നല്ലൊരു ഓപ്പൺ പ്ലേസിലേക്ക് പോയിട്ട് മരക്കാൻ തുടങ്ങാം. എൻ്റെ പൊന്നു വന്നു സ്പോണ സ്ഥലം തന്നെ. നല്ല അടിപൊളി പ്ലേസാണ്, നല്ല അടിപൊളി കാട്. ഹേ അത് പഠിപ്പിക്കുന്നതാ. നല്ല വലിയ ഫോറസ്റ്റാണ് ഗൈസ്. നമുക്ക് നൈറ്റ് സ്കിപ്പ് ചെയ്യാൻ വേണ്ടി ഇതേ മരത്തിൻ്റെ മണ്ടയ്ക്ക് നമുക്ക് ചെറിയൊരു സെറ്റപ്പ് ആക്കാം. ഇവരിൽ ഫസ്റ്റ് മൈൻഡ് ചെയ്ത ബ്ലോക്ക് ഇതാണ് ഞാൻ ആദ്യം മൈൻഡ് ചെയ്തതെന്ന് വിചാരിക്കുന്നു. ഏതായാലും അബ്ലോ അല്ലേ, നമുക്ക് അപ്പോൾസിയൊക്കെ മാറ്റാം. അതിനേക്കാൾ നല്ലത് തന്നെയാണ്. പശു താഴെ കൂടെ പോകുന്നു. ഇങ്ങോട്ടൊക്കെ വരല്ലേ നടന്നിട്ട് കാശുള്ള ഫുഡൊക്കെ കളക്ട് ചെയ്ത് നല്ല തെറിക്കാൻ അവിടെ. ആണെങ്കിൽ ആ കടലിൻ്റെ അടുത്ത് എത്തിയിട്ട് ഒരു ബോട്ടുണ്ടാക്കി മെല്ലെ വിട്ടാണ്. ഫോറസ്റ്റ് ഒന്നൊക്കെ സേഫ് പ്ലേസ് അല്ല. അല്ല, പ്ലെയിൻസൊക്കെ ആണെങ്കിൽ സുഖമായില്ലേ. നമുക്ക് ഒരു ആക്സും ഒരു പിസ്കാസും ഉണ്ടാക്കുക. ആസ്ക് എടുത്തിട്ട് ഇത് വെട്ടുക, എന്നിട്ട് ഇതും വെട്ടി താഴെ നമുക്ക്. ഡാമേജ് എടുത്തില്ല. ഇതിൽ നിന്ന് എത്ര വുഡ് കിട്ടും നമ്മൾ അതും വെച്ച് നമ്മൾ
എക്സ്പ്ലോറിങ് നടന്നതാണ് ഗൈസ്. ഈ സംഭവം എങ്ങനെയാണ് മാറ്റാൻ അറിയുന്നതെന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഈ ഉണക്ക അടുത്ത സോംബി മെല്ലെ കടലിൻ്റെ സൈഡിലേക്ക് തള്ളി. ഓടിക്കോ. ഒന്നും നോക്കണ്ട, ഓടിത്തള്ളി. ഒന്നും നോക്കണ്ട. ഷീപ്പ് दो आ गया है. वेस्ट ऑन टूल्सिലേക്ക് अपग्रेड ആവാം ഗൈസ്. ഞാനൊരു ബെഡ് പോലും ഉണ്ടാക്കിക്കില്ല. ഒരു സോംബി വന്ന് കൊല്ലല്ലേ. ഒരു പിക്കാക്സ് പൊട്ടുന്നവരെ വലിയൊരു സ്റ്റാക്ക് കോഴ്സൊന്ന് അടിച്ചു മാറ്റിയിട്ട് ഇവിടുന്ന് മുങ്ങ എന്ന് വിചാരിക്കുന്നു. സ്റ്റാക്ക് വേണം, കയ്യിൽ വെക്കാമല്ലോ, ആവശ്യം വരുമല്ലോ. കുഴപ്പമില്ലല്ലോ. അല്ലേ ജസ്റ്റ് എക്സ്റേഡ് മീൻസ് ബ്ലോക്ക് ഓട്ടിക്കുമ്പോൾ ഒരു ഗ്ലിച്ച് മാതിരി കണ്ടില്ലേ. ഇത് മതി, നമുക്ക് മെല്ലെ പോവാം. ഒരു കൂടി ഒറ്റ ഏതെങ്കിലും ഒരു ഷീപ്പിൻ്റെ കണ്ണ് മുന്നിൽപ്പെട്ടിട്ടുണ്ട്. അവനെന്ന് നമുക്ക് ബലി കൊടുക്കുകയായിരുന്നു. ഒറ്റൊരു ഷീപ്പ് മതിയായിരുന്നു. ജംഗിളിലുള്ള ബ്രൗൺ എന്താ പറയുക, ബ്രൗൺ ഷീപ്പ് സ്പോണാകുന്നു. കഴിഞ്ഞ മറ്റേ പാളിപ്പോയ വീഡിയോയിലും ഒരു ജംഗിളിൽ സ്പോണില്ലേ, ആടെയും ബ്രൗണ്. അതെന്താണെന്ന് എനിക്ക് ഇതുവരെ പുറിഞ്ചില്ല. സാറില്ല, നമുക്കിനി വേറെ എന്തെങ്കിലും ഒപ്പിക്കാൻ പറ്റുമോ നോക്കാം. ഇവിടുന്ന് മെല്ലെ ഒരു പ്ലെയിൻസ് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കുക, ഇവിടെ വെക്കുക. ഫുള്ള് പ്ലാങ്. ഐ ബിൽഡ് എ ബേസ് ഔട്ട് പ്ലാങ്. അതൊക്കെ ഉണ്ട്. എന്നിട്ട് നമുക്കൊരു ബ്യോട്ട് ഉണ്ടാക്കാം. ബ്യോട്ട് ഡിഷ് ക്രാഫ്റ്റഡ് ബോട്ട്. അത് നമുക്ക് മെല്ലെ ഒന്ന് എസ്കേപ്പ് അടിക്കാം. വിളിച്ചത് ഷീപ്പിൻ്റെ സൗണ്ടല്ലേ കേട്ടെ. പോട്ട് പുല്ലി വെള്ളി സൈഡിൽ കൂടെ ഒന്ന് പറിക്കാം. ഞാനില്ലെങ്കിലോ ഭാഗത്തേക്ക് തോന്നുന്നു. നമുക്ക് നേരെ പ്ലെയിൻസ് കണ്ടുപിടിക്കണം. അപ്പം നമുക്കൊരു പ്ലെയിൻസ് എന്തെങ്കിലും കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ കേവോ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. നമുക്ക് പ്ലെയിൻസ് കിട്ടിയില്ല, ഒരു സവാന ബയോം കിട്ടി. സവാന ബയോം കിട്ടിയിട്ടുണ്ട്. ഭാഗ്യം എന്താ നോക്കാമല്ലോ. സവാന വില്ലേജ് കിട്ടും നോക്കാമല്ലോ. അയ്യോ എന്താ അത്യാവശ്യം വലിയ കേവൊക്കെ അവിടെ ഉണ്ട്. ഫുഡ് ചാമ്പട്ടെ. മിനിറ്റ് ഒക്കത്തെ സൗണ്ട് ഇതൊക്കെ വാട്ടർമാൻ എത്ര വേണേ തിന്നാലോ. അയ്യോ പുട്ട് ഇതാ. അയ്യോ ഞങ്ങൾ ഷീപ്പിനെ കൂടി കണ്ടുപിടിക്കട്ടെ. ഷീപ്പിനെ കൂടി കണ്ടുപിടിച്ചിട്ട് ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്.
ബെഡ് ഉണ്ടാക്കിയിട്ട് മോർണിംഗ് ആയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യും ഗൈസ്. ഞാൻ ബെഡ് കഷ്ടപ്പെട്ട ബെഡ് കട്ടലേറെ ഒരു 2 വില്ലേജ് സോംബീനെ കണ്ടീനു. പക്ഷെ അതിനിപ്പോൾ കാണാനില്ല ഗൈസ്. അയ്യോ എന്തായാലും നമുക്ക് ബെഡ് മെല്ലെ പൊട്ടിച്ചിട്ട് താഴെ പ്ലേസ് ചെയ്യാം. അതാകുമ്പോൾ നമുക്ക് ചാവുകയാണെങ്കിൽ അവിടെ തന്നെ നിൽക്കാമല്ലോ. ചാവുന്നതിന് മുന്നേ കുറച്ച് പ്ലേസ് ചെയ്യാം. നല്ലതാ ഈ സൈഡ് പ്ലേസ് ചെയ്യാം. റീസ്പോൺ ടോൺ സെറ്റ്. നേരെ നമ്മൾ ക്രാഫ്റ്റിംഗ് മാമനെടുത്ത് കൈ പിടിക്കുക. ഇവിടെ വെക്കുക. ഒരു സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കണം. ഒരു സ്റ്റോൺ പിക്കാക്സ്, ഒരു ആക്സ്, പിന്നെ സ്റ്റിക്സ് ഉണ്ടാക്കുക. ഒരു സോഡ് ഉണ്ടാക്കുക. സോഡിവിടെ, ആക്സ് ഇവിടെ, പിക്കാക്സ് ഇവിടെ, ഫുഡ് ഇവിടെ. കയ്യിൽ ആവശ്യമില്ലാത്ത സാധനമൊക്കെ ബ്ലോക്ക് കയ്യിൽ നിന്നാട്ടെ. ക്രാഫ്റ്റിംഗ് ടേബിളും കയ്യിൽ നിന്നാട്ടെ. സ്റ്റിക്ക് കയ്യിൽ വേണ്ട. ഇത് കൈ കൊണ്ട് പൊട്ടിച്ചെടുക്കാം. അതൊക്കെയാണ് വൈബ്. പക്ഷെ ഒരു ഫണ്ണസ് കൂടി ഉണ്ടാക്കായിരുന്നു. അത് നമുക്ക് ഈ വെള്ളത്തിൽ കൂടെ മെല്ലെ തായും കറങ്ങാം. അയ്യോ എന്നെ കാത്തുക്കല്ലേ. ഞാൻ ഇപ്പോൾ എങ്ങനെയെങ്കിലോ എനിക്ക് ഓക്സിജൻ കിട്ടും. നീ ചത്താൽ ഞാൻ താട്ട് വരും. അതും കുടിച്ചാട്ടെ. എങ്കിൽ ഒരായാണ് ഒപ്പിക്കണം. ഒന്ന് വേഗം ഫാസ്റ്റ്. വയ്ക്കാൻ നമ്മൾ എവിടെങ്കിലും കാണട്ടെ. മോട് ഇതൊരു വില്ലേജ് സോംബി അത് കയറി പോകണം. അങ്ങനെയെങ്കിൽ വീട്ടില്ല. നമുക്കത് ഈ വഴി മെല്ലെ അങ്ങ് ചാമ്പ. അതാ ഒരു വില്ലേജ് സോംബിനെ കണ്ടില്ല ഞങ്ങൾ. കണ്ടോ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കുക. അവിടെ വെക്കുക. 1 ഫർണസ് എടുത്ത് ഇവിടെ വെക്കുക. വരും കോള് ഞാൻ മുകളിൽ കണ്ടിരുന്നു. ഒന്നും കാണണ്ട. അത്രയുണ്ട്. ഒന്നല്ലോ കറിയൊക്കെ വല്ലതും കിട്ടിയാലോ. അയ്യോ ഒരു കോള്, ടോട്ടൽ 2 കോള്. കൊള്ളാമല്ലോ. അവിടെ ഉണ്ടല്ലോ, കണ്ടില്ല, ശ്രദ്ധിച്ചില്ല. ക്ഷമിക്ക്. ഇങ്ങോട്ടുണ്ടോ? ഉണ്ട്. നല്ല വലിയ വെയിലാണെന്ന് തോന്നുന്നു. ദിലു അല്ലേ കുച്ചിലേ. ഗൈസ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എത്ര പേര് നമ്മളെ സുധിയണ്ണൻ്റെ വീഡിയോസ് കാണാറുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. ഗോൾഡാ മതി. അയ്യോ നോക്കാം. കിട്ടിയ അയ്യെണ്ണ വെച്ചിട്ട് ഒരു ഷീൽഡ് ഉണ്ടാക്കി കൈ പിടിക്കട്ടെ. വേഗം ഒരു ഷീൽഡ് വേഗം. ഏണിയുടെ കൈയുണ്ട്. ഇവിടെ നിന്ന് നിരീക്ഷിച്ചിട്ട് ഒന്ന് അവിടെയും ഒന്ന് ഇവിടെയുണ്ട് അല്ലേ. ചാവ് അത് അവിടെ ഉണ്ട്. പക്ഷെ അവിടെ ക്രീപ്പർ മുന്നുണ്ട്. ചാക്കൂട് എന്ത് സാധനം വെട്ടില്ല.
ഓക്കെ അതാണ്. നമുക്ക് വേഗം ഓടിപ്പോവാ. വേഗം ഒന്നെങ്കിൽ ഒന്ന് അയ്യോ കിട്ടൂലേ. അവിടെ കണ്ടില്ലല്ലോ. അവിടെ ഉണ്ട്. വേഗം തെറിയട്ടെ. പൊത്തിക്ക. ഇഷ്ടപ്പെട്ട്. സ്മെൽറ്റ് ഈ 3 ഓടി വെക്കുക. ക്രഫ്റ്റിൻ്റെ പോവുക. ഒരു ഷീൽഡ് ഡൺ. കണ്ടോ. Let's make a water bucket, please. Bucket. ഫാസ്റ്റ് ആയിപ്പോയല്ലോ. അയ്യോ എല്ലാതായി വഴി കയറിയിട്ട് ഇത് രണ്ടും ഒരേ വെള്ളം. യപ്പ് ചമ്മി. അയ്യോ മുകളിൽ പോയി ഇച്ചിരി വെള്ളം കിട്ടുമോ നോക്കിയിട്ട് വരാം. മുകളിൽ ചെറിയൊരു ലേക്ക് മാതിരി കണ്ടീനോ ഓർമ്മ. പോയി നോക്കിയിട്ട് വരാം. വിത്ത് എത്രയോ ഹെൽത്ത് കയറുന്നൂടാ. ഓക്കെ കേറ് മാഷേ കേറ്. ഒരു ബക്കറ്റ് വെള്ളം ഒപ്പിക്കാനുള്ള കഷ്ടപ്പാടേ. മീന വെള്ളം കൈ കിട്ടി. കണ്ടോ എൻ്റെ ക്ലച്ച് കണ്ടോ. ഈ അമ്പ് അവിടെ നിന്നല്ലേ വീട്ടിൽ നമ്പറേ. നോട്ട് ടുഡേ ഗൈ. Yes, I got a bow. മെല്ലെ പോയി ഇവിടെ അയൺ കണ്ടീനല്ലോ. വേഗം അയൺ ആർമറിലേക്ക് മാറണം പറ്റും. പിന്നെ നേരെ ഡയമണ്ട്, പിന്നെ നെതറൈറ്റ്. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ആഗ്രഹം വരുന്നത്. അല്ലാൻ്റെ മോനെ എൻഡർമാൻ. എൻ്റെ സോംബിയെ എന്നോട് കളിക്കല്ലേ. അപ്പോൾ ഷീൽഡൊക്കെ ആയിട്ടാണ് വന്നത്. കോള് കഴിഞ്ഞോ. കുറച്ച് ടോർച്ച് ഉണ്ടാക്കിച്ചു വരാം. ഈ അയൺ സ്മെൽറ്റ് ചെയ്യുമ്പോൾ കലു എപ്പടി ഇരിക്ക് വാടണ്ടേ. ഞാൻ സീഡ് താഴെ അടുത്ത വീഡിയോൻ്റെ ഇതിൽ അടുത്ത എപ്പിസോഡിൻ്റെ ഇതിൽ കൊടുക്കാം. എൻ്റെ കൂടെ കളിക്കേണ്ട ആൾക്ക് വർഷം മോൾ കാണിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. സമാധാനം. എന്തായാലും മോളെ തള്ളയാണ്. ഞാൻ ഏരിയയാണ് ഈ അയൺ കണ്ടത്. നമുക്ക് ഈ അയൺ എടുത്തിട്ട് ഈ അയൺ സ്മെൽറ്റ് ചെയ്യാൻ വെക്കാം. പവർ വന്നോ വേഗം. അത് കയ്യിൽ ആവശ്യമുണ്ടാവും. ഞാൻ ഏരിയ അയൺ കണ്ടിരുന്നു. ഇവിടെ ഏരിയ ഉണ്ട്.
ഞാൻ കണ്ടിക്കണ് അയൺ. താഴെ പോയി നോക്കാം. ഓ 1 2 3 ബ്ലോക്കല്ലേ. ബ്ലോക്ക് ഏതൊരു ഹോളിൻ്റെ സൈഡിലോട്ട് 3 ബ്ലോക്ക്. യെസ് ദിസ് ഹോള്. ഇങ്ങോട്ട് 1 2 ബെഡിൻ്റെ അടിയിൽ വരും. കിടന്നുറങ്ങാനുള്ള സമയമാണ് കാണിച്ചത്. കിടന്നുറങ്ങാനുള്ള സമയം അതാണ് ലൈറ്റ് പോയത്. ഓ പേടിച്ചത് തുള്ളും. കണ്ടോ കണ്ടോ അപ്പോൾ ഗൈസ് അയ്യോ ലെതർ ആർമർ കിട്ടുമോ ചേട്ടാ? ലെതർ ആർമർ എനിക്ക് തരുമോ? നല്ല കെലിട്ടനല്ലേ, നല്ല ബുദ്ധിമാൻ ഇപ്പോഴും ടോർച്ച് ഉണ്ടാക്കിയില്ല. ഞാൻ എൻ്റെ അപ്പോൾ താഴോട്ട് വന്ന് അയൺ റെഡിയാക്കാം. ഓക്കെ. ഓ ബെഡിൻ്റെ ഇപ്പം മനസ്സിലായി. ഓക്കെ ഇപ്പം പുറിഞ്ച് ഉള്ളോട്ട് വെള്ളത്തിൻ്റെ ജസ്റ്റ് എന്നെ കൊന്നിരുമോ? എന്തായാലും മുളത്തള്ള. ഇതാണ് ബെഡിൻ്റെ അതാ ഞാൻ കാണുന്നു. എൻ്റെ ദൃഷ്ടിയിൽ അത് പെട്ടു. എന്തോ പറയണ ബ്ലോക്കിൽ നിന്ന് മൈൻഡ് ചെയ്യാൻ. എന്തായി അയൺ എന്ന് പറയുന്ന സാധനം അതായിപ്പോയി. സിംഗ് ഫോർ മീന. ഞാൻ എന്നിട്ടും ടോർച്ച് എടുക്കണ്ട പറ്റുന്നു. എന്തൊരു ബുദ്ധിമാനാ നോക്കണേ ഞാൻ. പറ എന്താ ബുദ്ധിമാൻ. 7 അയാണ്. ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കാൻ എത്ര അയൺ വേണോ? ഉച്ചൂടി നമുക്കത് അയൺ പിക്കാക്സ് ഉണ്ടാക്കാം. കൈ പിടിക്കാം, ആവശ്യം വരും. 10 താഴണ്ട് 4 കയ്യിൽ നിന്നോട്ട് ആവശ്യമില്ല. ടോർച്ച് സ്റ്റിക്ക് ഒന്നുണ്ട്. ടോർച്ച് 4 നാരങ്ങപ്പാല്, ചൂട്ടയ്ക്ക് 2 ഇലകൾ, പച്ച പൂക്കൾ. വേണുണ്ടോ തേരുണ്ടോടി മാമലച്ചു ഉണ്ടോ? ജാമോനോ എന്തോ ഭാഗ്യം നേരത്തെ ശീലുണ്ടാക്കാൻ തോന്നി. ഇങ്ങോട്ട് Thank you for everything. ടോർച്ച് ഞാൻ പേടി പ്ലേസ് ചെയ്തല്ലോ, അതാർന്നോട്ട്. തേനുണ്ടോടി മാമ ചെന്നു ഉണ്ട്.
ഡീപ് സൈറ്റ് ലെവലപ്പോൾ ഐ ആം സോ ലക്കി. സ്കിൽറ്റെ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ഓരോ സാധനം. ഒരു അയൺ ആക്സും കൂടി ഉണ്ടാക്കായിരുന്നു. ക്രീപ്പർ പൊട്ടാൻ കൊണ്ട സമയം. ബേബി സോംബി എന്തോ ഭാഗ്യം. ഞാൻ അയൺ കണ്ടു. ക്രീപ്പറേക്ക് ഫോമി അവിടെ അയണ്ട്. ഓക്കെ ഡൺ. കുറച്ച് ടോർച്ച് ഉണ്ടാക്കിയിട്ട് ഇവിടെയൊക്കെ ഒന്ന് പ്ലേസ് ചെയ്യാം. അതാകുമ്പോൾ ഈറ്റൽ സ്പോൺ ആവില്ല. അതാകുമ്പോൾ എനിക്ക് സമാധാനമായിട്ട് എനിക്ക് ആവശ്യമുള്ള അയൺ മൈൻഡ് ചെയ്തെടുക്കാം ഗൈസ്. അയ്യോ താഴെപ്പോലെ ഏതല്ലേ ടൈമിങ്. പൊട്ടുന്നുണ്ടേ പൊട്ടിവിട്. എന്നാൽ സോംബീൻ്റെ കാര്യത്തിൽ തീരുമാനം. പൊട്ടിവിട്. ഈ കള്ളം ചത്തില്ലേ? ഏടെങ്കിലും ഒഴിച്ച് പറയാ. ഞാൻ വെള്ളം കൊണ്ട് ചോദിച്ചു. വെള്ളം എടുക്കട്ടെ. വെള്ളം എടുക്കണം. വെള്ളം എടുപ്പേ. എൻ്റെ വെള്ളം എൻ്റെ വൈ കിട്ടി. എന്നും പോട്ടെ. അയൺ അടിക്കുന്നത് കണ്ട് അതാ അടുത്ത പണ്ടാരോ. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ ഒരു അയൺ കണ്ടിനല്ലോ. അതാ ഒന്നല്ല കുറേ ഉണ്ട്. കോള് കയ്യിലുണ്ട്. സ്റ്റിക്കില്ല. സ്റ്റിക്ക് ഉണ്ടാക്കുക. റെഡ് ടോർച്ച് ഉണ്ടാക്കി കൈ പിടിക്കുക. ഒന്നതാവാണെന്നോട് കുത്തി വെക്കുക. പിന്നീട് ഞാൻ ഡീപ് സ്ലൈറ്റ് പോ. താങ്ക് യു. ഇതാണ് തീരെ ഇഷ്ടമില്ലാത്തത്. ഡീപ് സ്ലൈറ്റ് കുടുംബത്തോടെ വരുന്നുണ്ട് സാധനം. എന്താ വേണ്ട? ക്രീപ്പറൊന്നും നമ്മൾ കൂടെ വേണ്ട. അയൺ നിരത്തിട്ടിട്ടിരിക്കുന്നുണ്ടോ പഹയന്മാരെ? പോടാ ഉണക്ക സ്പ്രേയൊക്കെ. എന്നെയും കടുത്തിട്ട് ടെറർ ആൾക്കാരൊക്കെ കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. നിന്നോട് കളിക്കല്ലേ. ആരാണത്? എന്താ വേണ്ട? എൻ്റെ ആക്സ് പൊട്ടാൻ ഇഷ്ടമാരെന്ന് പോടും. സ്ലൈം ബ്ലോക്ക് ചെയ്ത് വെച്ച്. ഞാൻ തന്നെ എപ്പോഴും ക്രൗച്ചിൽ ജീവൻ നല്ല ചാട്ടായിരുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട തീരെ പിടിയില്ല. ആ സ്കെൽറ്റൺ സോഡുണ്ട്. സോഡ് അവിടെ. ഇത്ര രൂപ അയാൾക്ക് എടുക്കാൻ പറ്റില്ല. ഇത് ആലോചിച്ച് നോക്കൂ. വാല്യുബിൾ ആയിട്ടുള്ള തിങ്സ് മൈൻഡ് ചെയ്യാനാണ് അയൺ പിക്കാക്സ് കയ്യിൽ വെച്ചിട്ടുള്ളത്. ഇവിടെ ഒരു ഡീപ് സ്ലൈറ്റ് അയൺ അടിയായിരുന്നു. ഇതവിടെ തന്നെ. ഇവിടെ ഒന്ന് ക്രീപ്പർ വരുന്നുണ്ടല്ലോ.
ഇവിടെ നിന്ന് പൊട്ടിക്കാം. ഇനി ഇതാരാ? ഓഹ് കുട്ടിച്ചോമ്പി. ഞാൻ ഫുൾ അയൺ ആർമറായിട്ട് 10 അയൺ 11 ഉണ്ട്. 11 12 11 പിന്നെ 15 എണ്ണായി. കുറച്ചുകൂടി മതി, കുറച്ചുകൂടി. ഇത് അടുത്തെത്താനായി. കുറച്ചുകൂടി അയൺ. ഇങ്ങോട്ട് ഇവിടെ ഉണ്ട് കിഞ്ചിലടക്കുന്ന അയൺ. ഞാൻ കണ്ടിക്ക്. ഞാൻ വെള്ളം കയ്യിൽ വേണം. എന്നാലും എനിക്ക് അവോയ്ഡ് ചെയ്തിട്ട് ഇടതാ കിട്ടുമോ? എന്താ വേണ്ട? പോവോ? റിസ്ക് എടുക്കണോ? കോഴ്സോ കിട്ടൂലേ? ഇഷ്ടപ്പെട്ട്. ഡീപ്ലേറ്റർ സ്റ്റോൺ ടൈപ്പാണ്. കിട്ടണല്ലോ. സോംബി വരുന്നുണ്ട് തോന്നി. ചേക്ക എല്ലാം കൊണ്ടേ നടക്കൂ. കൊച്ചുണ്ടാപ്പി അതെന്ത് തെറിക്കണമായ തെറിച്ചു. അയ്യേ, ഒരു ബ്ലോക്ക് കൊണ്ട് ചാടാൻ കഴിവില്ലേ? നാണക്കേട്. അടുത്താരാ വരുന്നുണ്ടെന്ന്? അടുത്തേക്ക് വാ. അല്ലാണ്ട് ദൂരെ നിന്ന് വെടിച്ച് കളിച്ചാൽ സോംബിനൊക്കെ കണ്ടുപിടിക്കും. ഇനി ഇതാരാ? ഉണ്ടോ? ഓ പഹ്യമാരെ വിളിക്കുകയോ? നമുക്കൊന്ന് തന്നിടും. അതില്ല. ഓ സമാധാനം. എത്രണ്ണം കിട്ടി? 5 എണ്ണം. ഇറങ്ങിയാലോ? അയൺ 15. അപ്പോൾ ഗായ്സ് നമ്മളെ ഇന്നത്തെ അല്ലേ വേണ്ട ആയില്ല. ഫുൾ അയൺ ആർമറാവട്ടെ. എന്നിട്ട് ഇനി ഇതാരാ? അടുത്ത പഹയെ എന്ത്? എൻ്റെ അമ്മ. ഡീപ് സ്ലൈറ്റ് വൈറ്റുള്ള കാട് എത്തുമ്പോഴത്തേക്ക് എനിക്ക് അവിടെ എത്തണം. ഓടിക്കോ. സ്പ്രിന്റ്. ഇവിടെ മൊത്തം ഞാൻ ബ്ലോക്ക് ചെയ്ത് വെച്ചതാ. കുറച്ചായിരുന്നെങ്കിലും വേഗം എടുത്തിട്ട് എങ്ങനെയെങ്കിലും എടുത്തിട്ട് ഫുള്ളായ ആർമർ ആവണം. എന്നാലേ ഇവന്മാരുടെ രക്ഷയുള്ളൂ. എൻ്റെ അയണുള്ള സോംബി. എൻ്റെ അയൺ തടാ. നിനക്ക് വേണ്ടി ഞാൻ ഇതാ വരുന്നു. എൻ്റെ അയൺ തടാ കള്ള സോംബിയെ. എൻ്റെ അയൺ കൊണ്ട് നീ മുങ്ങിയാണ്ടല്ലോ. ഏടാ അതെല്ലാം കൂടി സവാരി ഗിരി. നീയും കൂടി പൊട്ടിയാ വൈബായി. ഷീൽഡ് പൊട്ടിയാ ഭഗവാനെ ഓടിത്തള്ളിക്കോ. അയ്യോ, എൻ്റെ അയൺ കൊണ്ടാ മുങ്ങി. ഇന്ന് ഫുൾ അയൺ ആർമർ വേണ്ട ഗൈസ്. ഓടിക്കോ. ഇന്ന് നടക്കൂല. 3 ദിവസം ചെയ്യാൻ ഇപ്പോൾ ഗെയിമിലേ. ഓടിത്തള്ളിക്കോ. ഒന്ന് പോയൂട് വേഗം. ഓ ക്രീപ്പറെ മാമ താങ്ക് യു. മോളെത്തട്ടെ. ഇതെല്ലാം എന്തിനാ കാണിച്ചത്? ഷീൽഡ് പോയി. ഇല്ലേ എന്നെയൊക്കെ ഞാൻ ഇങ്ങനെ വെട്ടി കൊല്ലും ഗൈസ്. മിനിറ്റ് ഈ കുഴിയൊക്കെ ഒന്ന് ഞാൻ അടച്ചാളയട്ടെ. ഇല്ല ഞാൻ തന്നെ ഇല്ലാത്ത വീണ് ചാവും. സേഫ്റ്റി ഫസ്റ്റ് എന്നല്ലേ എല്ലാത്തിലും. അമ്മ
ഗൈസ് ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ ഈ അയൺ കണ്ടിക്കില്ല. നമുക്ക് ഇതും കൂടെ എടുത്തിട്ട് ഉള്ള അയൺ വെച്ചിട്ട് പറ്റുന്ന ആർമർ ഉണ്ടാക്കാം. 20 കറക്റ്റ് വേഗം സ്മെൽറ്റ് ആവുക. അപ്പോഴത്തേക്ക് ഒരു ചെസ്റ്റ് പ്ലേറ്റ്, ഒരു പാൻറ്, ഒരു ബൂട്ട്. സ്മെൽറ്റായോ? 1 രണ്ടെണ്ണം കൂടി. ഇത്രയാണ് എൻ്റെ ഇപ്പോൾ കയ്യിൽ. 2 എണ്ണേ ഉള്ളൂ. ഒന്നുകൂടി. പിന്നെ ഒരു ഷീൽഡ് ഉണ്ടാക്കാനുണ്ട്. രക്ഷപ്പെട്ട്. വേഗം. ഓക്കെ, ഇതൊക്കെ ഉണ്ട്. ഒരു തൊപ്പി. ഒറ്റൊന്നുകൂടി വേണം ഭഗവാനെ. എന്നാൽ വേഗം വന്നോട്. ഇനി ഷീൽഡ് ഉണ്ടാക്കണമല്ലോ. ഷീൽഡ് ഫുൾ അയൺ ആകുന്നുണ്ട്. ഷീൽഡ് പൊട്ടി. അയൺ ഇല്ലല്ലോ. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഇത് സജീവമായിട്ട് നമ്മൾ ഈ എപ്പിസോഡ് മുന്നോട്ട് പോകുന്നതായിരിക്കും ഗൈസ്. ബൈ ഗൈസ്.